ഹരിദാസ് ഉന്നയിച്ചത്. ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ, അന്വേഷണത്തിന് ഒരു തടസ്സവുമില്ല, EDയും മുന്നോട്ട് പോകുന്നുണ്ട്, SFIOയും മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് ശ്രീ MV ഗോവിന്ദൻ പറഞ്ഞതാണ് രസകരമായ കാര്യം. എന്തിന് ED അന്വേഷണം നടക്കട്ടെ? നേരത്തെ അങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് എന്താണ് ശ്രീ അഡ്വക്കേറ്റ് BN ഹസ്കർ? പാർട്ടി ഇടപെട്ടതാണല്ലോ ഈ പ്രശ്നത്തിൽ. ഇപ്പോൾ പറയുന്നത് പാർട്ടിക്ക് എന്താണുള്ളത് ഇക്കാര്യത്തിൽ? ഏത് അന്വേഷണം നടന്നാലും ആരെ ചോദ്യം ചെയ്താലും ഒന്നും പാർട്ടിക്ക് ഒരു പ്രശ്നവുമില്ല എന്നാണ്. അപ്പോൾ കൈയൊഴിഞ്ഞോ പാർട്ടി ശ്രീമതി വീണ വിജയനെ? ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സവിശേഷതകളാണ് ഇത്തരം അന്വേഷണങ്ങൾക്കുള്ളത്. ഒന്ന് രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങളും മറ്റൊന്ന് നിയമപരമായിട്ടുള്ള കാരണം. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ EDയുടെയും കേന്ദ്ര ഏജൻസികളുടെയും നാളിതുവരെയുള്ള രാജ്യത്തെ പ്രവർത്തനങ്ങളെ കൂടി അതിന്റെ വസ്തുതകളെ കുറിച്ച് കൂടി പരിശോധിക്കേണ്ടിയിരിക്കും. അരവിന്ദ് കെജ്രിവാളിനെ പോലെ അഴിമതി വിരുദ്ധ മുഖമുള്ള ഒരു മനുഷ്യനെ ഇത്രയും ദിവസങ്ങളായി ജയിലിൽ അടയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ് കേന്ദ്ര ഏജൻസികൾക്ക്. അവർ രാഷ്ട്രീയ പകപോക്കലിന് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ മാത്രം പറയുന്നതല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ പ്രതിപക്ഷ പാർട്ടികളും ഒരേ സ്വരത്തിൽ പറയുന്നതാണ്. അപ്പൊ അതിന്റെ തുടർച്ചയായി CPIMന്റെ നേതാക്കന്മാരെയും അത് സഹകരണ മേഖലയെ തുടർന്ന് അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്തുന്നതിനു വേണ്ടിയിട്ടുള്ള ശ്രമം രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളാൽ നടക്കുന്നു എന്നുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിൽ CPMനെ സംബന്ധിച്ചിടത്തോളവും ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും വളരെ കൃത്യമായി രാഷ്ട്രീയപരമായി അതിനെ എതിർക്കും എന്നുള്ളത് തന്നെയാണ് പാർട്ടി എടുത്തിട്ടുള്ള പ്രത്യക്ഷ നിലപാട്. രണ്ട്, ഇതിനെ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് പരിഹരിക്കുമ്പോൾ രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് എങ്ങനെയാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ പരിധിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ PMLA ആക്ടിന്റെ പരിധിയിലേക്ക് വരുന്നു എന്നുള്ളതാണ്. മണി ലോണ്ടറിംഗ് എന്ന് പറയുന്നത് PMLA ആക്ടിന്റെ സെക്ഷൻ 3ൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ച് പരിശോധിച്ചാൽ പോലും ഒരു തരത്തിലും ഇത്തരം രണ്ട് കമ്പനികൾ തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളെ മണി ലോണ്ടറിംഗിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാനാവില്ല. ഇനി അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ മണി ലോണ്ടറിംഗ് നടന്നു എന്ന് നിയമപരമായി EDക്ക് ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി വല്ലാതെ വിയർക്കും ED എന്നുള്ളതാണ് നിയമപരമായിട്ടുള്ള പ്രശ്നം. രണ്ട്, ഈ PMLA ആക്ടിന്റെ ഒരു വലിയ പരിമിതി എന്ന് പറയുന്നത് സെക്ഷൻ 50 അനുസരിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർക്കോ ജോയിന്റ് ഡയറക്ടർക്കോ ഡയറക്ടർക്കോ മുമ്പാകെ ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ മുമ്പാകെ നൽകുന്ന മൊഴികൾ, അത് ഒരു ജുഡീഷ്യൽ സ്വഭാവത്തിൽ നൽകുന്ന മൊഴികളുടെ, അല്ലെങ്കിൽ നമുക്ക് വളരെ കുറെ കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ 164 CRPCയിൽ നമ്മൾ പലപ്പോഴും ചർച്ചകൾക്ക് എപ്പോഴും വരുന്ന അതായതുകൊണ്ടാണ് ഞാൻ അതിനെ അങ്ങനെ എടുത്തു പറയുന്നത്. ആ സാങ്ക്ടിറ്റി ആ മൊഴികൾക്ക് വരികയും അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മുമ്പാകെ കൊടുക്കുന്ന മൊഴികളെ ഒരു തരത്തിലും ഖണ്ഡിക്കുന്നതിന് കഴിയാതെ വരികയും ചെയ്യുന്ന ചില നിയമപരമായ കുരുക്കുകൾ നിലനിൽക്കുന്ന ഒരു നിയമം കൂടിയാണ്. അപ്പോ ഏതെങ്കിലും സാക്ഷികൾ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴികൾ, അത് ആ മൊഴികളുടെ വെറാസിറ്റിയെ സംബന്ധിച്ച് കോടതികൾ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഇപ്പോൾ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് മുൻപാകെ CMRLന്റെ ഫിനാൻസ് വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ പോയി മൊഴി നൽകിയത് അതിപ്പോൾ EDക്ക് നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അതാണ് ഷോൺ പറഞ്ഞ അതിനകത്തെ സാങ്കേതിക പ്രശ്നം. അങ്ങനെ ആ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എതിർവശത്ത്, അതായത് എക്സാലോജിക്കിന്റെ ഉടമയ്ക്കെതിരെ കേസുണ്ടാകും. അതിൽ നിയമപരമായി തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ SFIOയ്ക്കാണെങ്കിൽ ഈ രാജ്യത്തെ ഏത് ഏജൻസി നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ രേഖകളും സംയുക്തമായി അന്വേഷിക്കുന്നതിനും അവർക്ക് അത് കൈക്കലാക്കുന്നതിനും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടോ അതല്ലെങ്കിൽ അത് വിളിച്ചു വരുത്തി ആ രേഖകൾ അവരുടെ അന്വേഷണത്തിന്റെ പരിധിയിൽ വെക്കുന്നതിന് അധികാരമുണ്ട്. എന്നാൽ EDക്ക് അത്തരത്തിലുള്ള അധികാരമില്ല. EDയുടെ അധികാര പരിധി എന്ന് പറയുന്നത് അവരുടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ അസിസ്റ്റന്റ് ഡയറക്ടർക്ക് മുമ്പാകെ നൽകുന്ന ആ മൊഴികൾ മാത്രമേ നിയമപരമായി നിലനിൽക്കൂ. അപ്പോ അതിനു മുൻപ് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും മൊഴികളോ ഏതെങ്കിലും തെളിവുകളോ അങ്ങനെ EDക്ക് അന്വേഷിച്ച് നേരിട്ട് കണ്ടെത്താത്തിടത്തോളം കാലം അത് അവരുടെ നിയമപരമായ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്നത് നിയമപരമായ പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് അതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഇപ്പോ കേസുകൾ നിലനിൽക്കുന്നത്. മറിച്ച് ഈ EDക്ക് നേരിട്ട് ഇക്കാര്യത്തെ സംബന്ധിച്ച് മൊഴികൾ എടുക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് അങ്ങനെ മൊഴികൾ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ.
അല്ലല്ല, മൊഴികളിലെ വൈരുദ്ധ്യം പരിശോധിക്കാമല്ലോ. മൊഴികൾ നേരിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നിയമപരമായി വൈരുദ്ധ്യം പരിശോധിക്കാനാവില്ല. അല്ല, മൊഴികൾ നേരിട്ടെടുക്കുന്നുണ്ടല്ലോ. മൊഴികൾ നേരിട്ടെടുക്കുമ്പോൾ അതിന്റെ വിശ്വാസ്യത ഉറപ്പുവരുത്താമല്ലോ. ഇഡിക്ക് ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഈ റിപ്പോർട്ട് ഒരു പബ്ലിക് ഡോക്യുമെന്റ് ആയതുകൊണ്ട് ആ പബ്ലിക് ഡോക്യുമെന്റ് റിലേ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അവിടെ നൽകിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സുകൾ എത്രത്തോളം റിലേ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഒരു നിയമപരമായ തർക്കമാണ്. ആ നിയമപരമായ തർക്കം അത് കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ. പക്ഷേ ഒളിക്കാൻ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണല്ലോ ഈ സംഭവിക്കുന്ന കാര്യങ്ങളെല്ലാം. CMRL എന്തെങ്കിലും ഒളിക്കാനുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം CPM-ന്റെ തലയിൽ വെക്കാൻ കഴിയും. കാരണം CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടാണ് അന്വേഷിക്കുന്നത്. CMRL-ലെ ഉദ്യോഗസ്ഥർ നടത്തിയ ക്രമക്കേടോ അല്ലെങ്കിൽ CMRL-ഉം വേറെ ഏതെങ്കിലും കമ്പനിയും തമ്മിലുള്ള ഇടപാടോ അല്ല അന്വേഷിക്കുന്നത്. CMRL-ഉം എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടാണ് അന്വേഷിക്കുന്നത്. എക്സാലോജിക്കിന്റെ ഉടമ എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനല്ല, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയപരമായിട്ടുള്ള വേട്ടയാടൽ എന്ന് പറയുന്നത്. അതെങ്ങനെ രാഷ്ട്രീയപരമായ വേട്ടയാടലാകും? മര്യാദയ്ക്ക് കമ്പനി നടത്തുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് അങ്ങനെയല്ല, ക്രമക്കേട് നടത്തിയതുകൊണ്ടല്ലേ അന്വേഷിക്കുന്നത്. അല്ല, ആ ക്രമക്കേടുകളെ സംബന്ധിച്ച് അന്വേഷണം നടത്തട്ടെന്നേ. അത് പറയേണ്ട ഉത്തരവാദിത്വം CMRL-ന് മാത്രമാണ്. രണ്ട് സ്ഥാപനങ്ങൾ തമ്മിൽ നടത്തിയിട്ടുള്ള കരാറുകളോ അല്ലെങ്കിൽ അത് തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് പരാതികൾ പറയേണ്ട ആൾ പറയാത്തിടത്തോളം കാലം, അങ്ങനെ ഒരു പരാതി ഇല്ലാത്തിടത്തോളം കാലം എങ്ങനെയാണ് GST അടക്കം അടച്ച ഒരു തുകയെ സംബന്ധിച്ച് ഒരു സ്ഥാപനത്തിന് നേരെ മണി ലോണ്ടറിംഗിന്റെ പരിധിയിൽ ആ അന്വേഷണം നടത്താൻ കഴിയും? പരാതി അവർക്കില്ലായിരുന്നു. പക്ഷേ അവരുടെ ക്രമക്കേട് കണ്ടെത്തി ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് അത് തീർപ്പാക്കി. മാത്രമല്ല അവരുടെ മൊഴികളും ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് മുമ്പാകെ ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് BN ഹസ്കർ. അപ്പോൾ ആ മൊഴികളുടെ കാര്യത്തിലാണ് ഇപ്പോൾ കോടതിയിൽ വാദപ്രതിവാദങ്ങൾ ഇനി നടക്കാൻ പോകുന്നത്. അത് കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ. ശ്രീ MK ഹരിദാസ്, ഹസ്കർ